യമാൽ 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 ഒരു രക്ഷയില്ലപ്പാ. കിട്ടില്ല ചെറുക്കൻ എന്നല്ല, അതൊന്നും പറയാനായിട്ടില്ല. പുള്ളി മറ്റേ ഇതിലൊക്കെ പറയുന്ന മറ്റേ തമിഴ് സിനിമയിലൊക്കെ ഞാൻ എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നു പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു പയ്യനാണ്. ജസ്റ്റ് ഈ ഏജിൽ ഈ ലെവലിലുള്ള പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ ഓർ ലൈക്ക് നെവർ ഹാപ്പൻഡ് എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസണിൽ മാത്രം ഇത് എത്ര തവണയായെന്നറിയോ എംബാപ്പയെ എടുത്ത് പഞ്ഞിക്കിടാൻ തുടങ്ങിയിട്ട്. ഇപ്പം അത് ഇങ്ങനെ ഒരു കമ്പാരിസൺ എൻ്റെ സോഷ്യൽ മീഡിയ സംസാരിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ മത്സരം തുടങ്ങുന്നത് വരേക്കും ആ ഒരു സംസാരത്തെ പറ്റി അധികം ഉണ്ടായിരുന്നില്ല. ബാലൻറ്റ്യൂർ വിഷയമായിരുന്നു കനത്തുകൊണ്ടിരുന്നത്. അതായത് ഒസമാൻ ഡെമ്പലിലേക്ക് കൊടുക്കണോ യമാലിന് കൊടുക്കണോ എന്നുള്ളൊരു ചർച്ചയായിരുന്നു. ഇത് അവർ നേർക്ക് നേർ മുട്ടുമ്പോൾ അറിയാം അവിടെ ആരാണ് മികച്ചത് എന്നൊക്കെയുള്ള സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് പ്രസ് മീറ്റിൽ യമാൽ എന്ത് പറഞ്ഞു അത് തന്നെ കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വ്യാഴാഴ്ച തീരുമാനിക്കണോ? കാണിച്ചു തരാം, കാണിച്ചു തന്നു, അതാണ് സത്യം. ആൻഡ് ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് എനിക്ക് തോന്നുന്നു ലോകത്തിൽ നിലവിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഫോമിൽ നിന്ന് ഇത്രയും ധൈര്യമായിട്ട് വെല്ലുവിളിച്ച് വന്ന് കളിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഫുട്ബോളറെ ഇപ്പോൾ നിലവിലുള്ളൂ. അത് ലമീൻ യമാൽ തന്നെയാണ്.